ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകിട്ട് തുടങ്ങി പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഹാസിമ് പതിവ് പോലെ പാവേനെയൊക്കെ ചാരി ഇരുന്ന് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂപ്പര് എവിടെ പോയാലും കൂടെ കൊണ്ടെടുക്കുന്ന 2 ഐറ്റംസാണ് കേട്ടോ ഇത്. താഴെ പാവയും ഉണ്ടാവും, കൂടെ പുതപ്പും ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ തലേദിവസത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തട്ടിക്കൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിലത്തേക്കൊന്നുമില്ല. അപ്പോൾ ഒരു ഫിഷ് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. 2 അയില ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മാങ്ങയിട്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങ, പച്ചമുളകും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴാണ് മിക്സിയുടെ ജാറ് വർക്ക് ചെയ്യുന്നില്ല. ഈ ജാറും വർക്ക് ചെയ്യുന്നില്ല, പൊടിക്കുന്ന ജാറും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ജ്യൂസ് അടിക്കുന്ന ജാറിൽ, വലിയ ജാറിലിട്ടിട്ടാണ് ഒരു വിധത്തിൽ ഞാൻ അടിച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ഇത് നന്നാക്കണം. രണ്ടും ഓഫായി കിടക്കുവാണ്. ഇപ്പോൾ ഒന്നും അടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആരെങ്കിലും കിട്ടുമോ ഉള്ള ഒരു അന്വേഷണത്തിലാണ്. അപ്പോൾ അതേപോലെ മാങ്ങ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് ഉപ്പും ഇട്ട് അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. കാരണം നമ്മൾ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളി, കൊല്ലമുളകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ മക്കൾക്ക് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈനീസ് നൂഡിൽസ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫെബ്രുവരി 10 തുടങ്ങും. അപ്പോൾ രാത്രിയിൽ കുറച്ച് നേരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തണം. അപ്പോൾ കുക്കിംഗ് കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം കൂടുതൽ. അപ്പോൾ ഞാൻ പാസ്തയും നൂഡിൽസും ഒക്കെ ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് തന്നെ കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ വീറ്റാണ് കേട്ടോ അത്. അപ്പോൾ നോർമൽ നമ്മുടെ മാഗി നൂഡിൽസിനേക്കാളും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മസാല ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാമല്ലോ. അങ്ങനെ പാസ്ത ആണെങ്കിലും നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയാൽ മതി. വീറ്റാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഹെൽത്തി ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേവാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. അത്യാവശ്യം സാധാരണ നൂഡിൽസിനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും അതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ടോയ്സൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സ്, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പാവകൾ, പൂച്ചകൾ, അതൊക്കെയാണ് മൂപ്പരുടെ ഫേവറേറ്റ്. മൂപ്പർക്ക് ഇപ്പോൾ എല്ലാം ഡൗട്ട്സാണ് കേട്ടോ. അതെന്താ, ഇതെന്താ, അതിൻ്റെ കണ്ണ്, മൂക്ക് ഒക്കെ നോക്കിയിരിക്കലാണ് മൂപ്പരുടെ പണി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസ് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഓൾറെഡി എനിക്കൊരു മസാല ബാക്കി ഉണ്ടായിരുന്നു ചിക്കൻ്റെ. മസാല ഓൾറെഡി ഒനിയനും ഒക്കെ ഇട്ട് വഴറ്റിയ മസാല കുറച്ച് ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബട്ടറും ഓയിലും ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ കൂടിപ്പോയി. ഇപ്പം കണ്ടപ്പോഴാണ് ഞാനത് ഓർക്കണേ കേട്ടോ. ഇത്രയും ഓയിലൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മളുടെ വേവിച്ച നൂഡിൽസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനും കൊടുത്ത് വിടാനും കേട്ടോ. പിന്നെ ഞാൻ രാത്രി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം ഇവിടെ പഠിപ്പിക്കൽ അംഗങ്ങളായിരിക്കും കേട്ടോ. വൈകിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. മക്കൾ ഉറങ്ങണ വരെ പഠിക്കാനും എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതൽ. അങ്ങനെ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് പാക്ക് ചെയ്യുന്നത്. കാരണം കുറച്ച് ലേറ്റായിപ്പോയി രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. ഒരു 5:45 കഴിഞ്ഞു ഞാൻ എണീറ്റപ്പോൾ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ലഞ്ച് ബോക്സിലേക്കാണ് ആക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ലഞ്ച് ബോക്സാണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ആപ്പിളും
പിന്നെ ബിസ്ക്കറ്റും പിന്നെ വാൽനട്ടും എല്ലാം കൂടി ഒരു ബോക്സിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ലേറ്റ് ആയതുകൊണ്ട് പിന്നെ എല്ലാ ലഞ്ച് ബോക്സും കൂടി പുറത്തേക്ക് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ചില ദിവസങ്ങളിൽ ഞാൻ എണീക്കും, അലാം വെച്ച സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടി കിടക്കാമെന്ന് വിചാരിച്ചിട്ടൊരു കിടപ്പുണ്ട്. അപ്പോഴാണ് കേട്ടോ ഞാൻ എപ്പോഴും ലേറ്റായി പോണേ. ഇതിൽ സെപ്പറേറ്റ് ഫോർക്കും സ്പൂണൊക്കെ വെക്കാനായിട്ട് വേറൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ല യൂസ്ഫുള്ളാണ്. പക്ഷേ നമ്മൾ വാട്ടറി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിക്സായി പോകും. അപ്പോൾ അങ്ങനെയുള്ളത് ഒരുമിച്ച് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇത് യൂസ് ചെയ്യാറില്ല. നമ്മൾ എല്ലാം സോളിഡ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അത്ര യൂസ്ഫുൾ അല്ല കേട്ടോ, എല്ലാം കൂടി മിക്സായി പോകുമെന്ന് മക്കൾ പറഞ്ഞങ്ങനെ. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് അങ്ങനെ എമർജൻസി വരുമ്പോൾ മാത്രം അങ്ങനെ എടുക്കലുള്ളൂ. നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യാതിരിക്കുമ്പോഴും ഒരു സങ്കടമല്ലേ. അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നിസ്കാരമൊക്കെ. കാരണം ഇവിടെ 6:20 ആ സമയത്ത് കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് പള്ളിയിലെ നിസ്കാരം ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെയും കിച്ചണിൽ വന്നതാണ് കേട്ടോ. കുഞ്ഞു ഉറങ്ങുവാണ്. പിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടിയാണ് കേട്ടോ ഒറ്റയ്ക്ക്. ഇത് ശരിക്കും ഞാൻ ഈ സമയത്ത് ചായയൊക്കെ കുടിച്ച് ഞാൻ സൂംബക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇവിടെ അടുത്ത് ഈ സെയിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ ഒരു സൂംബ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 1 ഇയർ ആയിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ 7:30 to 8:30 വീക്ക്ലി 3 days ആണ് കേട്ടോ ക്ലാസ്. പക്ഷെ ഇക്കില്ലാത്തതുകൊണ്ടും പിന്നെ കുഞ്ഞിവിടെ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടും എനിക്കങ്ങനെ പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് കുറച്ച് ദിവസങ്ങളായിട്ട് മിസ്സിങ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് ജസ്റ്റ് ചായ കുടിച്ച് എന്തെങ്കിലും കഴിച്ച് പിന്നെ ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ അടുത്ത് വീട്ടിലുണ്ടാവും ഞാൻ വരണവരെ. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് സൂംബ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഫോർസ്ക്വയറിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് റെഡിയായി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞും ഒരു 8:30 ആയപ്പോൾ എണീറ്റു. അങ്ങനെ അവനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ പുറത്തേക്ക്. പോണ വഴിക്കൊരു പൂച്ചേനെ കണ്ടപ്പോൾ ആ പൂച്ചയുടെ അടുത്ത് പോയി ഇരുന്ന്. പൂച്ചേനെ കണ്ട ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പൂച്ച. അടുത്ത് പോയി അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ പൂച്ചയും നല്ല ഇണക്കമുള്ള പൂച്ചയുമാണ്, പ്രഗ്നൻറ്റും ആണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം സംസാരിച്ചതൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഹാസിമും അവിടെ ഇരുന്ന് ഞാനൊരു ക്രൊസൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു വട ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. വടയും സാമ്പാറും ചട്നിയും അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇവരൊക്കെ സൂംബ കഴിഞ്ഞ് എയറോബിക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമാണ് പണിയൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത്. എനിക്കെന്തായാലും പോകണം. സൂംബ ഇല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. ഒന്നാമത് ഭയങ്കരമായിട്ട് മടി പിടിച്ചു. പിന്നെ ബോഡിയും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രഷ്നെസ് അത് വേറെ തന്നെയല്ലേ. അപ്പോൾ അതൊന്നുമില്ല. എന്തായാലും ഒക്കെ വന്ന ഉടനെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായകുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ് കേട്ടോ. ഹാസിമിൻ്റെ ട്രോളി കട വണ്ടിയിലാണ്. അപ്പോൾ അതൊക്കെ സർവീസിന് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഗ്രാൻഡിൻ്റെ വണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകാൻ വേണ്ടിയിട്ട് എടുക്കാറ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കും പൂച്ചേനെ കണ്ടു. മൂപ്പരെ ഒന്ന് പുന്നാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് പോയത് കേട്ടോ. അപ്പോൾ ഞാനൊരു 10:30 11 ആയി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ച് അലക്കലും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞ് പോയി വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു 12:30 ആയി കിച്ചണിലേക്ക് വന്നപ്പോൾ എനിക്ക് രാത്രി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ചോറും അത്യാവശ്യം ബാക്കിയുണ്ട്.
രാത്രിയിൽ മക്കൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഹംദാൻ പഠിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് ഹംദാൻ വന്നപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ആയിട്ടാണ് ആൾ വന്നത്. അങ്ങനെ ഒരു 8:30 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആളങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ ഞാനങ്ങനെ വിളിക്കാനും നിന്നില്ല. ഹാറൂനാണെങ്കിലും ചോറ് വേണ്ട, തലേദിവസത്തെ പായസം ഉണ്ടായിരുന്നു, അത് അവൻ 2 ഗ്ലാസ് കുടിച്ചു. അങ്ങനെ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് അവനും ഒരു 9:30 ഒക്കെ ആയപ്പോൾ അവനും കിടന്നു. അപ്പോൾ കറി വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ആരും ഫുഡ് കഴിക്കാതെ ഇരുന്നുകൊണ്ട്. അങ്ങനെ ഞാൻ വെണ്ടയ്ക്ക ഒരു മെഴുക്ക് വരട്ടിയാക്കാം, പിന്നെ ഫിഷ് കറി ഉണ്ടല്ലോ, ചോറും. ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 2 കാര്യങ്ങൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 മട്ടർ ഫ്ലോപ്പായിട്ടാണ്. ഞാൻ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വിചാരിച്ചു ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ടേബിളിന് ചുറ്റും ഇരുന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അത് ഭയങ്കര എഫക്റ്റീവാണ്. ഞാനൊരു വീഡിയോയിൽ അങ്ങനെ കണ്ടതാണ് കേട്ടോ. നമ്മളൊരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരു വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് ഫുഡ് ഏതെങ്കിലും ഒരു സമയത്ത്, ഒന്നിനും അത് സാധിക്കാറില്ല. ഒന്നാമത് മക്കൾ രാവിലെ പോകും, ഇക്ക പോകുന്നത് ഒരു ടൈമിൽ, രാത്രി ഇക്ക വരുന്നത് വേറെ സമയത്ത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട്, പക്ഷേ പിള്ളേരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടാവാറില്ല. പക്ഷേ ആ ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെയൊക്കെ നാട്ടിലേക്ക് പോയതുകൊണ്ട് എന്തായാലും അത് ഫ്ലോപ്പായി. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ആ വെള്ളത്തോടു കൂടി നമ്മൾ മെഴുക്ക് വരട്ടി ആക്കുമ്പോഴാണ് അതിൽ നിന്ന് ഇങ്ങനെ ഒരു വഴുവഴുപ്പ് പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോഴും ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യരുത്, കുറച്ച് തിക്കോട് കൂടി തന്നെ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് സ്ലൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെസൊല്യൂഷൻ അതാണ്, അത് ഫ്ലോപ്പായിപ്പോയി. പിന്നെ രണ്ടാമത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, ഫുഡിൽ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, വെജീസൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ ആ ഒരു നോർമൽ ഫുഡ് റൂട്ടീനിൽ നിന്ന് അങ്ങനെ ഒരു മാറ്റം വരുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതുവരെ അതും എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. കഞ്ഞി ആക്കുന്നുണ്ട്. നമ്മളുടെ ബ്രോക്കൺ മട്ട റൈസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പൊടിയേരി പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടൂലേ, അതും കുറച്ച് ചെറുപയറും കൂടി കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്തത്. ഒരു വിസിൽ ഒരു 3-4 മിനിറ്റ് സിമ്മിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൊടിയരിക്കഞ്ഞി റെഡിയാവും. പിന്നെ ഫ്ലെയിം നല്ല കൂട്ടി വെച്ചിട്ട് തന്നെ വെണ്ടയ്ക്ക ഇടണം കേട്ടോ, അതല്ലെങ്കിലും അതിൻ്റെ അകത്തു നിന്നുള്ള വഴുവഴുപ്പ് പുറത്തേക്ക് വരും. നമ്മുടെ സവാള, കറിവേപ്പില, ചതമുളക് എല്ലാം നല്ലോണം വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ഇടുന്നതിന് മുമ്പ് നല്ല ഫ്ലെയിം നല്ല കൂട്ടി വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഇടുക. എന്നിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ സിമ്മിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിൽ വഴുവഴുപ്പൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഹാറൂൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹാറൂന് കഞ്ഞി എടുക്കുന്നുണ്ട്, ഞാനും ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആഗ്രഹിച്ച ആ ഒരു റെസൊല്യൂഷൻ. കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഹാസിമിന് വേണ്ടി കട്ട് ചെയ്തതാണ്, അപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഇത്ര എടുത്താലൊന്നും പറ്റില്ല കേട്ടോ. റൈസിൻ്റെ ക്വാണ്ടിറ്റി പകുതിയാക്കിയിട്ട് വെജീസൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്തായാലും. അപ്പോൾ ഹാസിം ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാനും ഹാറൂനും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. മൂപ്പര് പാവനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. ആൾക്ക് പൊടിയേരിയിൽ പയറിടുന്നതും ഭയങ്കര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ഉമ്മ എന്തിനാ പയറിട്ട് വേവിച്ച്, എനിക്കത് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ ഒച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അറിയാതെ പയർ കൈ തട്ടി അതിലേക്ക് വീണ് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹാസിമിൻ്റെ പാവയായിട്ട് വന്നു. അപ്പോൾ മൂപ്പര് കൊണ്ടുവന്ന് ചെയറിലിരുത്തിയപ്പോൾ ഞാൻ പാവയ്ക്ക് മീമി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ കൊടുത്താൽ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി നോക്കിയാണ് കേട്ടോ. പാവയ്ക്ക് തല മാത്രമേ ഉള്ളൂ, കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഞാനങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. കൊടുക്കുന്നത് കഴിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ വന്ന് നോക്കുമായിരുന്നു. അങ്ങനെ അതിനെടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിരുന്ന് എൻ്റെ അടുത്തുനിന്ന് കുറച്ച് മീനും ചോറൊക്കെ അങ്ങനെ ആളും കഴിച്ചു.
അപ്പോൾ ആസിമിൻ്റെ ഈ പാവേനെയും ആളുടെ ബ്ലാങ്കറ്റൊന്നും ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഹാസിമിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാറൂൻ അത് ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോവും. പക്ഷെ അവൻ ഭയങ്കര ബഹളം ഉണ്ടാക്കി കളയൂട്ട. എന്നെ കിച്ചണിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഹാറൂൻ എടുത്തെന്നും പറഞ്ഞ്. അവൻ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചയെടുക്കുകയാണ്. പക്ഷെ ഹാറൂൻ അത് കൊടുക്കുകയില്ല ഇവൻ്റെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളേർ കരാട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ 2 ദിർഹംസ് തരും, 1 ദിർഹംസ് തരും. അപ്പോൾ ഇവിടെ ഗ്രാൻഡിൽ നിന്ന് തന്നെ മിഠായി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പൈസയൊക്കെ എടുത്തുകൊണ്ട് മൂപ്പര് അങ്ങനെ ഇറങ്ങി. കളിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30-7 മണിയൊക്കെ ആവട്ടെ എത്തുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.